ദൈവപുത്രനായ യേശുവിൻ്റെ രക്ഷാകര ദൗത്യവുമായി മീനച്ചിലാറിലൂടെ സഞ്ചരിച്ച് 3 പീടികയിലെത്തിയ തോമാശ്ലീഹ വന്നിറങ്ങിയ പുണ്യഭൂമി. വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കുവാനായി തൻ്റെ ചെരുപ്പുകൾ വെച്ച് സ്ഥാനനിർണയം നടത്തിയ ചെരുപ്പുങ്കലിൽ തോമാശ്ലീഹ കുരിശു നാട്ടിയ സ്ഥലത്ത് ചേർപ്പുങ്കലിലെ ആദ്യ ക്രൈസ്തവ സമൂഹം രൂപം കൊണ്ടു. 3 പീടികയിലെ സെന്റ് തോമസ് സ്മാരകത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു. ചേർപ്പങ്കൽ പള്ളി വികാരി ഫാദർ ജോസഫ് പാനാമ്പുഴ, സഹവികാരിമാരായ ഫാദർ തോമസ് പരിയാരത്ത്, ഫാദർ സെബാസ്റ്റ്യൻ പേണ്ടാനത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. തോമാശ്ലീഹായുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ തീർത്ഥാടന കേന്ദ്രമാണ് ചേർപ്പങ്കൽ ഫൊറോനാപ്പള്ളി. ആത്മീയതയുടെ അനശ്വര മൂല്യങ്ങൾ ഉറഞ്ഞു കിടക്കുന്ന ചേർപ്പങ്കൽ ഒരു പുണ്യഭൂമിയാണ്. അപ്പസ്തോലിക പൈതൃകമുള്ളൊരു സഭയാണ് നമ്മുടേത്. സഭയെ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അതിനെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു സംഗതിക്ക് തെളിവിൽ നൽകി അതിൻ്റെ അസ്തിത്വം നിഷേധിക്കാൻ പറ്റിയ ഒരു പൊതുവായ തത്വമാണ്. അങ്ങനെ തോമാശ്ലീഹായുടെ ഒരു പ്രത്യേക പൈതൃകം ഇവിടെ ഉണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. എനിക്ക് ദൈവത്തിന് ഇഷ്ടമല്ല വേറെ ഒന്നുമില്ല. ഇതാണ് തോമാശ്ലീഹ ഇറങ്ങിയെന്നുള്ള യാതൊരു സംശയമില്ല. അങ്ങയുടെ ഭക്തത്തിനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കപ്പേല കരുണിപൂർവം ആശീർവദിച്ച് പ്രോത്സാഹിപ്പിക്കണമേ. പ്രാർത്ഥിക്കുവാനായി ഇവിടെ വന്നുകൂടുന്നവരെ എല്ലാ വിപത്തുകളും നിരീക്ഷിക്കണമേ. ഞങ്ങളുടെ അറിയിക്കുന്നതിന്റെയും മാറിയന്റെയും മാർത്തോമാശ്ലീഹായുടെയും വിശുദ്ധ ഭുവൻസ്വാമിയുടെയും വാഴ്ത്തപ്പെട്ട ഉന്നതന്റെയും പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇന്ന് പുത്തനായിട്ട് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നത് നമ്മളുടെ സഭയുടെ ശ്ലൈഹിക പാരമ്പര്യത്തോട് ബന്ധപ്പെട്ട തോമാശ്ലീഹായുടെ ഭാരതപ്രവേശനവും അതേ തുടർന്നുള്ള ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആ ഒരു വ്യാപ്തിയും ആ ക്രൈസ്തവര് ഇവിടെ ഉണ്ടായിരുന്ന ഇതര മത വിഭാഗത്തിൽപ്പെട്ടവരുമായിട്ടുള്ള രമ്യതയിലുള്ള ജീവിതവും എല്ലാം നമ്മെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു കാര്യമാണ് ഈ ചേർപ്പങ്കൽ ഫൊറോന. അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ 3 പീടിക.